നമ്മൾ AI ചോദിക്കുന്ന സങ്കീർണമായ ഓരോ 10 ചോദ്യത്തിനും പിന്നിൽ 1/2 ലിറ്റർ കുടിവെള്ളമാണ് ആവിയായി പോകുന്നതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അതെ, കേട്ടത് ശരിയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI ഇന്ന് ലോകം ഭരിക്കുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറത്ത് ഒരു ഭീമൻ ദാഹിച്ച് വലയുന്നുണ്ട്. ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളെല്ലാം ആ പ്രതിസന്ധി നേരിടുകയാണ്. വികസനമാണോ അതോ കുടിവെള്ളമാണോ വലുത്? നമുക്ക് നോക്കാം ഇന്ത്യയുടെ ജലസ്രോതസ്സുകളെ AI ഡാറ്റാ സെൻറ്ററുകൾ എങ്ങനെയാണ് വറ്റിച്ചു കളയുന്നതെന്ന്. AI പ്രോസസ്സറുകൾ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അമിതമായ ചൂട് കുറയ്ക്കാൻ 24 മണിക്കൂറും വെള്ളം ഉപയോഗിച്ചുള്ള കൂളിംഗ് സംവിധാനം പ്രവർത്തിക്കണം. സെർവറുകളിൽ നിന്നുള്ള ചൂട് വലിച്ചെടുക്കുന്ന വെള്ളം പിന്നീട് വലിയ കൂളിംഗ് ടവറുകൾ വഴി അന്തരീക്ഷത്തിലേക്ക് ആവിയായി പോകുന്നു. അതായത് ആ വെള്ളം പിന്നെ കുടിക്കാൻ യോഗ്യമല്ലാത്ത രീതിയിൽ നഷ്ടപ്പെടുന്നു. ഈ മെഷീനുകൾ സാധാരണ പുഴവെള്ളമോ അഴുക്കുവെള്ളമോ ഉപയോഗിക്കാൻ കഴിയില്ല. തികച്ചും ശുദ്ധീകരിച്ച വെള്ളം തന്നെ അതിന് വേണം. ഇത് പ്രാദേശികമായ കുടിവെള്ള ലഭ്യതയെ നേരിട്ട് ബാധിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് കുടിക്കാൻ വേണ്ട വെള്ളം സെർവറുകൾ ചൂടാകാതിരിക്കാൻ വേണ്ടി ആവിയായി പോകുന്നു. ഒരു AI മോഡലിനെ പഠിപ്പിച്ചെടുക്കുന്ന സമയത്ത് മാത്രം ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ആവശ്യമായി വരുന്നു. ഉദാഹരണത്തിന് GPT-3 മോഡലിനെ ട്രെയിൻ ചെയ്യിക്കാൻ മാത്രം മൈക്രോസോഫ്റ്റിൻ്റെ ഡാറ്റാ സെൻറ്ററുകളിൽ നിന്നും ഏകദേശം 7 ലക്ഷം ലിറ്റർ വെള്ളം ചിലവായതായി കണക്കാക്കപ്പെടുന്നു. IT ഹബ്ബായ ബംഗളൂരുവിൽ നിന്നും തന്നെ നമുക്ക് തുടങ്ങാം. ഒരു കാലത്ത് തടാകങ്ങളുടെ നഗരമായിരുന്നു ബംഗളൂർ. പക്ഷേ ഇന്ന് ടാങ്കർ ലോറികൾക്ക് പിന്നാലെ ഓടുകയാണ് ബാംഗ്ലൂർ നിവാസികൾ. ഇവിടുത്തെ ഡാറ്റാ സെൻറ്ററുകൾ മാത്രം ഒരു ദിവസം ഉപയോഗിക്കുന്നത് 8 ദശലക്ഷം ലിറ്റർ വെള്ളമാണ്. അതായത് നഗരത്തിലെ ആകെ കുടിവെള്ളത്തിൻ്റെ ഏകദേശം 35% ഈ സെർവറുകൾ തണുപ്പിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. IT കമ്പനികൾ നൽകുന്ന തൊഴിലവസരങ്ങൾ വേണോ അതോ കുടിക്കാൻ വെള്ളം വേണോ എന്ന വലിയൊരു ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് നഗരം. ഇനി മഹാരാഷ്ട്രയിലേക്ക് കടക്കാം. നവി മുംബൈ ഇന്ന് പുതിയൊരു ഡാറ്റാ സെൻറ്റർ ഹബ്ബാണ്. അവിടെ IT പാർക്കുകളിലും സെർവർ ഫാമുകളിലും എത്ര ലിറ്റർ വെള്ളം ഓരോ ദിവസവും ഉപയോഗിക്കുന്നു എന്നതിന് കൃത്യമായ ഔദ്യോഗിക കണക്കുകൾ ലഭ്യമല്ല. പല വൻകിട കമ്പനികളും തങ്ങളുടെ ജല ഉപയോഗം പരസ്യപ്പെടുത്താൻ തയ്യാറാകുന്നില്ല. ഈ മൗനം തന്നെയാണ് ഏറ്റവും വലിയ അപകടം. കണക്കുകൾ പുറത്തുവിട്ടാൽ അത് പ്രാദേശികമായി വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് കമ്പനികൾ ഭയപ്പെടുന്നു. സാധാരണക്കാർക്ക് വെള്ളം റേഷൻ പോലെ നൽകുമ്പോൾ കോർപ്പറേറ്റ് ഭീമന്മാർക്ക് സർക്കാർ മുൻഗണന നൽകുന്നു എന്ന പരാതി വ്യാപകമാണ്. വിശാഖപട്ടണത്തിൻ്റെ കാര്യം ഇതിലും ഭീകരമാണ്. ഗൂഗിളിൻ്റെ വമ്പൻ പ്രോജക്റ്റായ 1 ഗിഗാവാൾട്ട് ഡാറ്റാ സെൻറ്റർ അവിടെയാണ് പ്രവർത്തിക്കുന്നത്. പ്രതിദിനം 4 മുതൽ 15 ദശലക്ഷം ലിറ്റർ വരെ വെള്ളമാണ് ഇതിന് വേണ്ടി വരിക. ജലക്ഷാമം രൂക്ഷമായ നഗരത്തിൽ ഗൂഗിളിന് വേണ്ടി സർക്കാർ ജലസ്രോതസ്സുകൾ തുറന്നു കൊടുക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. നമ്മുടെ പരിസ്ഥിതിയെ ബലികൊടുത്താണോ നമ്മൾ സാങ്കേതികമായി വളരേണ്ടത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. വടക്കേ ഇന്ത്യയിലേക്ക് നോക്കിയാൽ ഗ്രേറ്റർ നോയിഡയിലെ ട്യൂസിയാന ഗ്രാമം ഇന്ന് വലിയൊരു ഭീതിയിലാണ്. യോട്ട ഡാറ്റാ സെൻറ്റർ പാർക്ക് അവിടെയാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ ഫെസിലിറ്റിക്ക് പോലും 50,000 ലിറ്റർ വെള്ളം വേണം. ശുദ്ധീകരിച്ച ജലത്തേക്കാൾ ഉപരിയായി ഭൂഗർഭജലം വൻതോതിൽ ഇവർ വലിച്ചെടുക്കുന്നുണ്ടെന്നാണ് പ്രാദേശിക റിപ്പോർട്ടുകൾ. ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഈ മേഖലയിലെ ജലവിതരണ ശൃംഖല പൂർണ്ണമായും താറുമാറായിക്കൊണ്ടിരിക്കുകയാണ്. വൻതോതിൽ ശുദ്ധീകരിച്ച വെള്ളം ഉപയോഗിക്കുന്നു എന്ന് കമ്പനികൾ അവകാശപ്പെടുമ്പോഴും രഹസ്യമായി അവർ ഭൂമിക്കടിയിലെ ശുദ്ധജല സ്രോതസ്സുകളിലേക്ക് കൈകടത്തുന്നു എന്നാണ് ഗ്രാമവാസികളുടെ ആരോപണം. 2025 ഇന്ത്യയിലെ ഡാറ്റാ സെൻറ്ററുകൾ ഉപയോഗിക്കുന്നത് 150 ബില്യൺ ലിറ്റർ വെള്ളമാണ്. 2030 ആകുമ്പോഴേക്കും ഇത് 352 ബില്യൺ ലിറ്റർ ആയി ഉയരുമെന്നാണ് കണക്കുകൾ പറയുന്നത്. അതായത് കൃത്യം 5 വർഷം കൊണ്ട് ഇരട്ടിയിലധികം. മറ്റൊരു ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പറയുന്നത് 2030 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ 40% നഗരങ്ങളിലും കുടിക്കാൻ വെള്ളം കിട്ടില്ല എന്നാണ്. ഒരു വശത്ത് നമുക്ക് AI വേണം, വേഗത വേണം, മറുവശത്ത് നമുക്ക് ജീവിക്കാൻ വെള്ളം വേണം. സാങ്കേതിക വിദ്യ വികസിക്കുമ്പോൾ അത് നമ്മളെ കൊന്നുകൊണ്ടായിരിക്കരുത്. പരിഹാരമില്ല എന്നല്ല, വെള്ളത്തിന് പകരം വായു ഉപയോഗിച്ചുകൊണ്ടുള്ള കൂളിംഗ് സിസ്റ്റങ്ങൾ, ജലം പുനരുപയോഗിച്ചുകൊണ്ടുള്ള സാങ്കേതിക വിദ്യകൾ എന്നിവ കമ്പനികൾ നിർബന്ധമായി നടപ്പിലാക്കണം. വികസനം വരുമ്പോൾ അത് പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടാകരുത്. AI സ്മാർട്ടാണ്, പക്ഷേ നമ്മൾ അതിനേക്കാൾ സ്മാർട്ടായി ചിന്തിച്ചില്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് ബാക്കിയുണ്ടാവുക സ്ക്രീനുകൾ മാത്രമായിരിക്കും.